ഏവർക്കും നമസ്കാരം. ദീപനാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ നാളായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിക്കും വീഡിയോ ഒക്കെ ചാനലിൽ വരുന്നുണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ചാനലിൽ വിചാരിക്കും. അതെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് ഒക്കെയാണ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് വീണ്ടും ഒന്ന് സുഖമില്ലാണ്ടൊക്കെ വന്നായിരുന്നു. നമ്മൾ ചാനലിലൊന്നും പറഞ്ഞില്ലെന്നുള്ളൂ. പക്ഷെ കുറെ ആളുകളൊക്കെ അറിയാം, ചില വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന്റെ അകത്തു നിന്നൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ടൊക്കെ പലരും ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് പറയുന്നതിന്റെ അതൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഈ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പൊ നമ്മുടെ ഒരു അനുഭവം പറയുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്തിട്ട് അത് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിക്കാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് കുറെ നാളായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അമ്മ അധികം അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. അമ്മ എപ്പോഴും എന്നോട് പറയേണ്ടത് നീ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത്. അപ്പൊ കൂടുതൽ ഞാനായിരിക്കും പറയാറ്, കാരണം അമ്മ അത്രയങ്ങ് സംസാരിക്കാറില്ല. കാരണം അമ്മയ്ക്ക് കുറെ സമയം സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പ്രശ്നങ്ങളും ഒരു നാക്ക് കുഴയുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അമ്മ അധികം അങ്ങ് സംസാരിക്കാറില്ലാത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ ഈ മെഡിസിൻസ് ഒക്കെ പൾമനോളജിയുടെ അല്ലെങ്കിൽ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകളാണ് അമ്മ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ പക്ഷേ ഈ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലല്ല കാണിച്ചിരുന്നത്, ഹാർട്ടിന്റെ ഡോക്ടറെയാണ് കാണിച്ചിരുന്നത്. അപ്പൊ അവര് തന്നെയാണ് ഈ മെഡിസിൻസ് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായതിന്റെ കാരണം വെച്ചാൽ അമ്മയ്ക്ക് ഓർത്തോയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കൈയുടെ ഈ മുട്ടിന് വേദന, കൈ ഇങ്ങനെ പൊക്കാൻ പാടില്ല. ഇപ്പൊ പക്ഷെ പൊക്കാല്ലേ അമ്മേ? കൈയുടെ മുട്ടിന് വേദന, കാലിന്റെ മുട്ടിന് വേദന, കാലിന്റെ ഈ മുട്ടിന്റെ അകത്ത് ഭാഗമില്ല അവിടെ വേദന, അവിടെ ഇങ്ങനെ ഞരമ്പ് തടിക്കുന്ന പോലെ വന്നിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം, അങ്ങനെയുള്ള വേദനകൾ അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഓർത്തോ. അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്, ഒത്തിരി പേര് അങ്ങനെ അഭിപ്രായപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊണ്ട് കാണിച്ചു. അവിടുത്തെ മെഡിസിനാണ് ഓർത്തോയുടെ കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഓർത്തോയെ കാണിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ പൾമനോളജി ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, അപ്പൊ അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കൂടാനായിട്ട് തുടങ്ങി. ക്ഷീണം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം, പൾമനോളജിയിൽ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയുടെ പിറന്നാളിന്റെ വീഡിയോ ഒക്കെ ചെയ്തില്ലേ, പായസം ഒക്കെ ചെയ്തില്ല, അന്നൊന്നും അമ്മയ്ക്ക് വലിയ പ്രശ്നമില്ല. ഉണ്ടോ അമ്മ? അന്നേരം പ്രശ്നമൊക്കെ ഉണ്ട്, അതായത് വലിയ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതിപ്പോ വന്നിട്ട് ഒരു 2 ആഴ്ച ആയുള്ളൂ ശരിക്കും പറഞ്ഞല്ലേ. 10ാമതയുടെ ഒന്നാണ് പിറന്നാളിന്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തത്. ആ വീഡിയോ എടുത്ത് കുറെ നാൾ കൂടി ഒരു വീഡിയോ എടുത്ത്, അതാണ് ഒരു വീഡിയോ എടുത്തത്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നത്. അപ്പൊ അമ്മയുടെ പ്രോബ്ലം എന്താ വെച്ചാൽ അമ്മയ്ക്ക് തലയ്ക്ക് ഭയങ്കര മരപ്പ്, അതുകൊണ്ട് തലയുടെ ഇവിടെ എല്ലാം മരയ്ക്കുന്നു, നാക്ക് കുഴയുന്നു, വെള്ളം വായിൽ വറ്റിപ്പോകുന്നു. അപ്പൊ അമ്മയുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭയങ്കര ചൂടല്ലേ ഇപ്പൊ, ചൂടിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇരുന്നത്. അപ്പൊ ചൂട് ഭയങ്കര കൂടുതൽ നമുക്കിവിടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, ചൂട് ഭയങ്കര കൂടുതലായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു കൂളറൊക്കെ വാങ്ങിച്ചു വെച്ചു, ഉഷയുടെ ഒരു കൂളറൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴെന്നിട്ടും അമ്മയ്ക്ക് ചൂട് ഭയങ്കര പ്രശ്നം വരുക. അപ്പൊ ഈ തലയ്ക്ക് മരപ്പും ഈ പ്രശ്നങ്ങൾ, ക്ഷീണം, വേച്ചു പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതിന് മുമ്പ് ഞങ്ങൾ പൾമനോളജി പോയി കണ്ടു. അവരുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഈ പ്രശ്നം കൂടിയത്. അപ്പൊ അമ്മയ്ക്കൊരു സംശയം, ഇനി ബാലൻസിന്റെ വല്ല ചെവിയുടെ ഒക്കെ ബാലൻസ് പോലും അങ്ങനെ പ്രശ്നമായിരിക്കും. അമ്മ നമുക്ക് ENT കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ ENT കാണാനായിട്ട് പോയി. ENT കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടുന്ന് മെഡിസിൻസ് തന്നു. നമുക്ക് മെഡിസിൻ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ല മെഡിസിൻ അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്തു. ആദ്യമേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു മരുന്നും തന്നില്ല. അവർ പറഞ്ഞു ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം, നമുക്ക് ENT ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഇല്ല, അമ്മേനെ എന്ത് ചെയ്യുക, ഫിസിഷ്യനെ തന്നെ കാണിച്ചാൽ മതി, ഈ പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ എന്റെ ഫിസിഷ്യനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പോയതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമ്മുടെ അടുത്തുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, ഫിസിഷ്യൻ, നല്ലൊരു ഫിസിഷ്യൻ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ആ ഫിസിഷ്യനെ പോയി കാണാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാനും അമ്മയും ENT കണ്ടുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അപ്പൊ തന്നെ ഇറങ്ങിയിട്ട് ഫിസിഷ്യനെ കാണാനായിട്ട് ചെന്നു. ഫിസിഷ്യനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മയുടെ പ്രഷർ ചെക്ക് ചെയ്തപ്പോ അമ്മയുടെ പ്രഷർ അല്ല ENT തന്നെ, ഇവിടെ ഞങ്ങൾ പോയ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ENT അമ്മയുടെ പ്രഷർ ചെക്ക് ചെയ്തു. പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ അമ്മയുടെ പ്രഷർ ഹൈ പ്രഷറാണ്. അപ്പൊ ആ ENT പറഞ്ഞു അമ്മയ്ക്ക് ENTയുടെ പ്രോബ്ലം അല്ല, അമ്മയ്ക്ക് പ്രഷർ കൂടുതലുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാവാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫിസിഷ്യനെ കണ്ടാൽ മതി എന്ന് അവർ പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ ഫിസിഷ്യൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾ
അന്ന് അവിടെ ഫിസിഷ്യൻ ആ സമയത്ത് ഇല്ല ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഞങ്ങൾ അപ്പം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫിസിഷ്യനെ പോയി കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് പ്രഷർ ഹൈ പ്രഷറാണ്. അപ്പൊ ഞങ്ങൾ ഡോക്ടർ ചോദിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അമ്മയ്ക്കുണ്ടോ, ഷുഗർ എങ്ങനെ, കൊളസ്ട്രോൾ എങ്ങനെ, ഇതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം നോർമലാണ്. കാരണം അമ്മയുടെ ഐയുടെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് മറ്റേ ഓപ്പറേഷൻ ഒക്കെ ചെയ്തില്ല അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലോറിൽ. ആ സമയത്തൊക്കെ അമ്മയ്ക്ക് 120 123 അമ്മയുടെ ഷുഗറിന്റെ ലെവൽ അതാണ്, നോർമലാണ് ഷുഗറൊക്കെ. പക്ഷേങ്കിൽ അമ്മ ഈ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അമ്മയ്ക്കൊന്ന് ഷുഗർ കൂടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് അമ്മ മെറ്റ്സ്മാൾ 500 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ ചെന്നപ്പോൾ പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രഷറൊക്കെ ഷുഗറൊക്കെ നോർമലാണ്, ഇനി ഷുഗർ ഒന്നും ടാബ്ലറ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പണ്ട് ഷുഗർ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഇനി നോക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞങ്ങൾ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഈ അമ്മയ്ക്ക് ഈ ഷുഗർ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ടെസ്റ്റൊക്കെ ബ്ലഡിന്റെ ഓരോ ടെസ്റ്റ്, അപ്പൊ എൻ്റെ അന്നേരം ഈ പറയുന്ന രീതിയിൽ ചാർട്ടൊന്നും ഇല്ല. ഒന്ന് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ, ഈ ഡിസ്ചാർജ് സമ്മറി മാത്രമേ നമുക്ക് കിട്ടുന്നത്. ബാക്കി നമ്മൾ ചെയ്ത റിപ്പോർട്ടുകളെ, ടെസ്റ്റുകൾ, അവിടെ കൊടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ചുള്ള അവയർനെസ് ഇതൊന്നും നമുക്ക് ഇല്ല, നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ബ്ലഡിന്റെ എല്ലാം കറക്റ്റ് ആയിരിക്കും, കാരണം നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പൊ അവരൊക്കെ എല്ലാം നോക്കൂല, പിന്നെ അതിന്റെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ ടെസ്റ്റും ചെയ്യണമല്ലേ, അപ്പൊ അതുകൊണ്ട് എല്ലാം നോർമൽ ആയിരിക്കും. എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണേ നമുക്കൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഡോക്ടർ എന്ന്. ഡോക്ടർ അപ്പൊ തന്നെ പറഞ്ഞു കുറച്ച് ടെസ്റ്റ് എടുത്തു തന്നു. ഇത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്താൽ മതി, ഇപ്പൊ എന്തായാലും പ്രഷറിന്റെ ഗുളിക കഴിക്കൂ, എന്തായാലും പ്രഷർ ഹൈ ആണ്, അതിന് മെഡിസിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 mg ഗുളികയാണ് അമ്മയ്ക്ക് കൊടുത്ത പെർ ഡേ 5 mg ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കാൻ പറഞ്ഞു, പ്രഷറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇത്രയും സമയം എനിക്ക് ചുമയില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ ഇത് നല്ല ചുമയായി. ചുമയല്ല, ഇങ്ങനെ ഒരു കുത്തല് പോലെ തൊണ്ടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നോണ്ടായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആകെ കൂടി ബുദ്ധിമുട്ടായി പോയത്. അപ്പൊ എന്തായാലും ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, ഈ പ്രഷറിന്റെ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് ഭയങ്കര കൂടുതലായിട്ട് അടുത്ത ദിവസം വീണ്ടും ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ 2 ആഴ്ചത്തേക്ക് ലീവാണ്, ഈ ഫിസിഷ്യൻ. അപ്പൊ ഫിസിഷ്യൻ ഇല്ല. അപ്പൊ വേറെ ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം 2 ദിവസത്തിലെ അയാൾ ഗുളിക തന്നിട്ട് 2 ദിവസം കൊണ്ടൊന്നും പ്രഷറൊന്നും കുറയത്തില്ല, നിങ്ങൾ കുറച്ച് ഒരു 1 വീക്കെങ്കിലും കഴിഞ്ഞാലാണ് ഇത് കുറച്ചെങ്കിലും കുറഞ്ഞു തുടങ്ങുള്ളൂ, അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു എന്നോട്. ഞാൻ ടെസ്റ്റിന് വേണ്ടി അപ്പൊ തന്നെ ബ്ലഡ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ, അമ്മയുടെ ഷുഗർ 500 ആണ്, അമ്മയുടെ ഷുഗറിന്റെ അളവ് 500 ആണ്. അപ്പോ എന്നോട് ലാബിൽ അവർ ചോദിച്ചു ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഇൻസുലിൻ ഒന്നും ഇല്ല, ഷുഗർ നോർമൽ ആയിരുന്നു, കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു അമ്മയ്ക്ക് ഷുഗർ നോർമൽ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫിസിഷ്യനെ ചെന്ന് കണ്ടു. പക്ഷെ അപ്പൊ ഫിസിഷ്യൻ പറഞ്ഞു ഈ 2 മാസം 3 മാസം മുമ്പ് ഒരു നോർമൽ ആയിരുന്നല്ലോ ഷുഗർ, അപ്പൊ അതിൽ നിന്ന് ഇത്രയും വന്നെങ്കിൽ എന്തെങ്കിലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടല്ല, കാരണം ഫുഡൊന്നും അമ്മ അങ്ങനെ കഴിക്കാറില്ല. കാരണം മധുരമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ ചായക്ക് പോലും ഇവിടെ അമ്മയ്ക്ക് മധുരം ഇടാണ്ട് ചായ കുടിക്കണം ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ വളരെ കുറച്ചാണ് മധുരം ഉപയോഗിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഇപ്പൊ കുറെ നാൾ കൂടിയിട്ടാണ് പായസം ഉണ്ടാക്കിയത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ അതൊന്നും അങ്ങനെ കഴിക്കത്തില്ല, വളരെ കുറച്ച് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കി അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് വല്ലപ്പോഴും ഈ ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ച് നാരങ്ങ വെള്ളമോ ജ്യൂസോ ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. അപ്പൊ ഡോക്ടർ അങ്ങനെ കുടിച്ചാൽ പോലും ഇത്രയും ചെറിയ അളവില് ഷുഗർ ഇത്രയും ഹൈ ആയി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈ ആയി വന്നെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും മെഡിസിന്റെ കോമ്പിനേഷന്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കണം ഈ ഷുഗർ ഇത്രയും ഹൈ ആയത്. അപ്പൊ അവര് പറഞ്ഞു ഡോക്ടർ ഈ ഷുഗറിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ നാക്ക് കുഴയലും ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവണമെന്നാണ് തോന്നുന്നത്, നിങ്ങൾ ഫിസിഷ്യനെ തന്നെ കാണിക്കണം. അപ്പൊ ബെറ്റർ ഓപ്ഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കാണിച്ചാൽ മതി. കാരണം അവിടെ നിങ്ങളുടെ കേസ് ഹിസ്റ്ററി ഒക്കെ ഫുൾ ഉള്ളത് കൊണ്ട്, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടുത്തെ ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു, ഫിസിഷ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉച്ചയ്ക്ക് വിളിച്ചു, അപ്പൊ പറഞ്ഞു വൈകുന്നേരം 4 മണിക്ക് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. 4 മണിക്ക് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഈ ഡോക്ടർ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്ത മറ്റൊരു കാര്യമുണ്ട്. ഈ അമ്മയ്ക്ക് മേല് വേദന വന്ന സമയത്ത് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പൊ ഒരു 3 തവണ അമ്മയ്ക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇടവിട്ട സമയങ്ങളിൽ 3 തവണ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് എല്ലിന് ഇവിടെ കൈയുടെ വേദന ഉള്ളതുകൊണ്ട് എല്ലിന്റെ അകത്തോ അങ്ങനെ കണ്ടിരിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ, അതും സ്റ്റിറോയിഡ് സംബന്ധമായിട്ടുള്ള ഇഞ്ചക്ഷനാണ്, അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അമ്മ ഈ പെയിൻ കില്ലർ ഉണ്ടല്ലോ, വേദന വരുമ്പോഴത്തേക്കും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പെയിൻ കില്ലറിന്റെ ഗുളികകൾ
ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും അനുസരിച്ചല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ വേദന വരുമ്പോൾ കഴിക്കുന്ന ഒരു പെയിൻ കില്ലർ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും ഡോക്ടർ കുറിച്ചാണ് അതിങ്ങനെ വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് ഭയങ്കര വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് കഴിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ. അപ്പോൾ വീക്കിലി വൺസ് എന്നുള്ള രീതിയിലൊക്കെ ആണെന്ന് തോന്നുന്നു കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതെല്ലാം ഇപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇതെല്ലാം ഒരു പക്ഷേങ്കിൽ ഷുഗർ ലെവൽ ഹൈ ആവാനുള്ള കാരണങ്ങളായിരിക്കാം എന്ന് മനസ്സിലാക്കി എന്തായാലും ഞങ്ങള് ട്രീറ്റ്മെന്റ് എടുത്തു. അവിടുന്ന് മരുന്ന് കഴിച്ചു തുടങ്ങി. ഇപ്പൊ 2-3 ദിവസം ഇപ്പൊ അല്ലെ മരുന്ന് കഴിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് ഏകദേശമൊക്കെ ഒന്ന് കുറവായിട്ടുണ്ട്, വർത്താനമൊക്കെ പറയാറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ കുറച്ചൊരു കുറവുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഇപ്പൊ ഏറ്റവും വേഗത്തിൽ വീണ്ടും നമ്മുടെ ദീപനാളം ചാനലിലൂടെ തിരിച്ചു വരാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ എന്താണ് ഒത്തിരി പേര് ഇങ്ങനെ അന്വേഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് സുഖമായിട്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ വിവരം ഒന്ന് പങ്കുവെച്ചു എന്നുള്ളു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അല്ലേ? അപ്പൊ ഏറ്റവും പെട്ടെന്ന് ഇപ്പൊ അമ്മയുടെ എങ്ങനെയുണ്ട്, അമ്മയുടെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പൊ? ഇന്ന് കുറഞ്ഞിട്ടുണ്ട്, കാരണം ഇപ്പൊ 2 ദിവസമല്ലേ 2-3 ദിവസമാണ് ഷുഗറിന്റെ ഇതിന് മെഡിസിൻ കഴിച്ചു തുടങ്ങിയിട്ട്. ആദ്യത്തെ ദിവസം ഇൻസുലിൻ എടുത്തു, ചെന്ന ദിവസം അവിടെ ഇൻസുലിൻ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പൊ 3 ദിവസമായി മെഡിസിൻ കഴിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പൊ കുറവായി, ഇങ്ങനെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ അതിനൊക്കെ കുറവായിട്ടുണ്ടെന്നാണ്. എന്നാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണം കൂടുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമന്റ്സുകളൊക്കെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ പുതിയ വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ നമുക്ക് കാണാം അല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.